ഹലോ ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഒരു ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് റിയാക്ട് ചെയ്യണം. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന, മമ്മൂട്ടി നായകനായിട്ട് വരുന്ന പുതിയ സിനിമയുടെ, ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വന്നിട്ടുണ്ട്. മമ്മൂട്ടി നായകനായിട്ട് വരുന്ന എന്ന് പറയാറായിട്ടില്ല. അതിനുള്ള കാരണവും നമുക്ക് പറയാം. എന്തായാലും അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കത് നോക്കിക്കളയാം. എനിക്ക് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം വരുന്നുണ്ടെന്ന് ഇപ്പം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമല്ല, മമ്മൂക്കയുടെ ഒരു പടം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പം വളരെ എക്സൈറ്റഡ് ആണ്. കാരണം മമ്മൂക്ക ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പടങ്ങളും ഒന്നിനൊന്ന് എന്താ പറയുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. പുള്ളിയുടെ റോളുകൾ തന്നെ എന്താണ് ഇനി അടുത്തത് വരാൻ പോകുന്നത് എന്ന ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ഓരോ സിനിമകളും ഇനി വരാനുള്ളതും എല്ലാം. അപ്പം എന്തായാലും നമുക്ക് നോക്കിക്കളയാം. ഈ ഒരു പടവും ഞാൻ നേരത്തെ പറഞ്ഞില്ല, മമ്മൂക്ക നായകനാണോ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു പടത്തിൽ മമ്മൂക്ക ഒരു എന്താ പറയുന്നത്, നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വരാൻ പോകുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതർ സൈഡ് വിനായകൻ എന്ന ആക്ടറുമുണ്ട്. വിനായകനാണ് ഈ ഒരു സിനിമയിലെ ഹീറോ സൈഡ് ചെയ്യുന്നത് എന്നുമുള്ള ഒരു റൂമറാണ് കേട്ടോ. അതിൻ്റെ അണിയറ പ്രവർത്തകരൊന്നും ഇതിനെ പറ്റിയിട്ട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഈ ഒരു സിനിമ വരാൻ പോകുന്നത്. മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നമുക്ക് ബ്രഹ്മയുഗത്തിൽ നമ്മൾ കണ്ടതാണ്. മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അസാമാന്യ ഒരു പെർഫോമൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. എല്ലാവരും ചോദിക്കാറുണ്ട്, മമ്മൂക്കയ്ക്ക് മാത്രം എന്താണ് മമ്മൂക്ക ഒരു പെർഫോമൻസ് ചെയ്താൽ ഗംഭീരം രാക്ഷസ നടികർ എന്നൊക്കെ പറഞ്ഞ് പൊക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും. ഞാനിട്ട വീഡിയോയുടെ അടിയിൽ തന്നെ എന്തിനാണ് ഇമാതിരി പൊക്കുന്നത് എന്ന രീതിയിലുള്ള പല കമൻസും കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, കോവിഡിന് ശേഷം വന്ന മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലാതെ തന്നെ മമ്മൂക്കയുടെ ഓരോ പ്രൊജക്ട്സും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ് മമ്മൂക്കയുടെ. എല്ലാം ഇപ്പം എന്താണ്, ഡയലോഗ് ഡെലിവറി എടുത്ത് നോക്കിയാലും, അല്ലാതെങ്കിൽ മമ്മൂക്കയുടെ ലുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ആറ്റിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാലും, ഓരോ ക്യാരക്ടറിനും ഓരോ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ് മമ്മൂക്ക ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നൻപകൽ നേരത്തെ മയക്കം, റോഷാക്ക്, അതേപോലെ തന്നെ ബ്രഹ്മയുഗം, ടെർബോ, ഡൊമിനിക്ക്, ഇനി വരാൻ പോകുന്ന ബസൂക്ക, ജിതിൻ കെ ജോസ് പടം, അതേ കണക്ക് മഹേഷ് നാരായണൻ പടം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പല ജേണറുകളിലാണ് മമ്മൂക്ക ചെയ്യുന്നത്. ഒരേ വർഷം റിലീസ് ചെയ്ത ടെർബോയിലും അതേ കണക്ക് നമ്മുടെ ബ്രഹ്മയുഗത്തിലും മമ്മൂക്കയുടെ ആക്ടിങ്ങിന്റെ ഡിഫറൻസ്, ഒന്നിനകത്തൊരു പക്ക കൊമേഴ്ഷ്യൽ പടം, മറ്റേത് ഒരു എക്സ്പെരിമെന്റൽ ഒരു ഫാന്റസി ഹൊറർ പടം എന്ന രീതിയിൽ, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. മമ്മൂക്കയുടെ ആ രണ്ട് ക്യാരക്ടേഴ്സും എന്ത് അസാമാന്യമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയിലാണ് രണ്ട് ക്യാരക്ടേഴ്സും, രണ്ട് ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ്, രണ്ട് ആറ്റിറ്റ്യൂഡുള്ള ക്യാരക്ടേഴ്സിനെ മമ്മൂക്ക ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. അതാണ് മമ്മൂക്കയുടെ ഇനിയുള്ള സിനിമകൾക്കായിട്ട് കാത്തിരിക്കാനായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സിനിമ, അടുത്ത സിനിമ ബസൂക്കയിലൂടെ ഒരു പുതിയൊരു ജേണറാണ് മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഗെയിം ത്രില്ലർ എന്നൊരു ജേണറിലാണ് പടം വരുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജേണർ എന്താണെന്ന് അറിയാൻ തന്നെ ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ബസൂക്കയായിട്ട് ഞാൻ ഒരുപാട് ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടാണ് മമ്മൂക്കയുടെ നല്ലത് കണ്ടാൽ നല്ലതെന്നല്ലേ പറയാൻ പറ്റും. മമ്മൂക്കയുടെ ഒരു പോസ്റ്റർ കണ്ടിട്ട് കിടിലം ഗംഭീരം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ പറയൂ. പുള്ളി ഈ ഒരു പ്രായത്തില് ഈ പണ്ട് ചെയ്തതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഇല്ലാതെ നല്ല നല്ല പടങ്ങൾ നമുക്ക് തരുന്നു. അതായത് മമ്മൂക്കയുടെയൊക്കെ 2-3 പടങ്ങളാണ് ഓരോ വർഷം റിലീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പുള്ളി ബ്രേക്ക് ഇല്ലാതെ തന്നെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് പുള്ളിക്ക് ഈ ഒരു ഫീൽഡിനോടുള്ള, അല്ലെങ്കിൽ പുള്ളിയുടെ വർക്കിനോടുള്ള പാഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കത് കിടിലനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ കിടിലൻ എന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനെ അനുമോദിക്കാനായിട്ട് ഇപ്പം മമ്മൂക്ക ആയതുകൊണ്ട് കിടിലൻ ഒരു സാധനം വന്നാൽ കിടിലൻ കൊലവല്ലി എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കിടിലനായിട്ട് തോന്നുവാണെങ്കിൽ കിടിലൻ എന്ന് തന്നെ പറയും. അതിൽ പിന്നെ വന്നിട്ട് ഈ പറയുന്നവരെല്ലാവരും PR ആണ്, പ്രൊമോഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും, പക്ഷേ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല എന്നുള്ളതാണ്. അത് ഏത് ഫാനാണെന്ന് അങ്ങനെ ആക്ടറൊന്നല്ല, എന്ത് നല്ലത് കാണുന്നോ അതിനെ പറയും. അതിന് പക്ഷേ ഇപ്പോൾ പടം മോശമായി കഴിഞ്ഞാൽ മോശമൊന്നും. അതേപോലെ തന്നെ മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷനിൽ വരുന്ന പടമാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ട്. കാരണം ഓരോ പടവും ഓരോ ജേണറിലാണ്. റോഷാക്ക് ആയാലും, നൻപകൽ നേരത്തെ മയക്കമായാലും, ടെർബോ ആയാലും, ജിതിൻ കെ ജോസ് പടം ആയാലും, എല്ലാം ഒന്നിനൊന്ന് എന്താ പറയുക ഡിഫറൻ്റ് ആയിട്ടുള്ള ജേണറുകളും. മമ്മൂക്കയുടെ ക്യാരക്ടർ ആയാലും എല്ലാം ഡിഫറൻ്റ് ആണ്. ഡൊമിനിക് ആയാലും അതൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിൽ വന്നൊരു പടമാണ്. അത് എന്താ പറയുന്നത്, ആ ഒരു ജേണറിനോട് നീതി പുലർത്തിയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ആ ഒരു സിനിമ ഗൗതം വാസുദേവ് മേനോൻ എന്ന ഡയറക്റ്റ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിയുടെ ആ ഒരു ശൈലിയിൽ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ ഒരു സ്ക്രിപ്റ്റ് ജിത്തു ജോസഫിന്റെ കയ്യിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നി. കാരണം ആ ഒരു ക്ലൈമാക്സ് ഭാഗത്തൊക്കെ ഒരു ഇമ്പാക്ട് ഇല്ലാത്ത പോലെ, ആ ഒരു ട്വിസ്റ്റൊക്കെ റിവീൽ ചെയ്യുന്ന ഭാഗത്ത് ഒരു ഇമ്പാക്ട് ഇല്ലാത്ത പോലെ ഒരു ഫീൽ തോന്നി. അത് പക്ഷേ ജിത്തു ജോസഫിനെ പോലെയുള്ള ഒരു ഡയറക്ടറൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുന്നത്,
കിടിലനാകുമായിരുന്നു. ആ ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട്, ആ ഒരു വാവ് ഫാക്ടർ കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ഒരു ത്രില്ലർ പടത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത പടം നമുക്ക് എന്താണ് തരാൻ പോകുന്നത്, നമുക്ക് ഇതെന്താണ് കാത്തു വച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പടത്തിൻ്റെ പേര് വിത്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ വിനായകന്റെ ക്യാരക്ടർ ഉള്ള ഒരു പോസ്റ്ററാണ് വന്നിട്ടുള്ളത് ആദ്യമേ തന്നെ. അപ്പോൾ 2 പോസ്റ്റർ ഉണ്ട്. നമുക്ക് ആദ്യം വിനായകന്റെ ആ ഒരു ക്യാരക്ടർ ഉള്ള പോസ്റ്റർ നോക്കാം. കളങ്കാവൽ എന്നാണ്. കളങ്കാവൽ ഈ ഒരു ഫോണ്ട് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോണ്ട് അല്ല അവർ ആ ഒരു ടൈറ്റിലിന് കൊടുത്തിരിക്കുന്നതെന്നാണ് ഫസ്റ്റ് കണ്ടപ്പോഴേ ഇത് എന്ത് സാധനമെന്നാണ് ഞാൻ നോക്കിയത്. കളങ്കാവൽ എന്നല്ല, ഞാൻ ആദ്യം വേറെ എന്തൊക്കെയൊക്കെയോ വായിച്ചിട്ട് ഇംഗ്ലീഷിൽ അവർ ഹാഷ്ടാഗ് ഇട്ടപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത് കളങ്കാവൽ എന്നാണെന്ന്. അപ്പം അത്തരത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോണ്ട്. അപ്പം കളങ്കാവലാണ് സിനിമയുടെ പേര്. വിനായകന്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററും കൊടുത്തിട്ടുണ്ട്. മമ്മൂക്കയും വിനായകനും ഒരു തുല്യ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമ. അപ്പോൾ എന്തായാലും വിനായകന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും, ടീസറോ ട്രെയിലറോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കുള്ളൂ. എന്തായാലും ഫേസ് നല്ല വ്യക്തമാകുന്ന രീതിയിലല്ല കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് മമ്മൂക്കയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്കൊന്ന് നോക്കിക്കളയാം. പൊളപ്പൻ. ശരിക്കും ഇതൊക്കെ കണ്ട എങ്ങനെടേ കിടിലെന്ന് പറയാതിരിക്കുന്ന, ഇതൊരു സാധാ സ്റ്റില്ലാണ്. നമുക്ക് ആരെയോ ഇടിക്കാൻ പിടിച്ചു വച്ചിരിക്കുന്ന രീതിയിൽ സിനിമയിലുള്ള ഒരു സീനിന്റെ ഒരു സ്റ്റില്ലിലാണ് കളങ്കാവൽ എന്ന പേര് ഇട്ടിട്ട് അവരെ ഇറക്കി വിട്ടിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റർ വൈസ് ഒരു സാധാ സ്റ്റില്ലാണ്. പക്ഷെ പുള്ളിയുടെ ഫേസിലേക്കൊന്ന് നോക്കി. എനിക്ക് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ബ്ലാക്ക് എന്ന സിനിമയിലെ ഷൺമുഖൻ എന്ന ക്യാരക്ടറില്ലേ, അതിനകത്ത് ഈ ഒരു സിഗരറ്റ് പിടിച്ചു വെച്ചിട്ടുള്ള സീൻസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറാണ് ഷൺമുഖൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. സിനിമയും വളരെ അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്കിടെ പലരും പല ക്യാരക്ടേഴ്സിനെ പറ്റിയും സംസാരിക്കുമ്പോഴും, ഇപ്പോൾ ഈവൻ ബിഗ് ബിയിൽ ബിലാലിനെ പറ്റിയൊക്കെ വരെ സംസാരിക്കുമ്പോഴും എല്ലാവരും മിസ് ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്ലാക്കിലെ ഷൺമുഖൻ. ഓക്കെ, അപ്പം എനിക്ക് റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു സിനിമയും കൂടെയാണ്. ഇപ്പം എല്ലാ സിനിമയും മമ്മൂക്കയുടെ അടുത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള സിനിമയും കൂടിയാണ് ബ്ലാക്ക്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡൊക്കെ എനിക്ക് ഈ ഒരു പോസ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സിഗരറ്റ് പിടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റൈലും എല്ലാം. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു വില്ലനിസം ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് ഈ ഒരൊറ്റ പോസ്റ്ററിലൂടെ തന്നെ അവർ പറയുന്നുണ്ട്. നമുക്കിടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കാണാനായിട്ട് നിങ്ങൾ തിയേറ്ററിലേക്ക് റെഡി ആയിട്ട് വന്നോളൂ എന്നുള്ള രീതിയിൽ അവർ ആ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നതും അതേപോലെ തന്നെയാണ്. വെയിറ്റ് ഫോർ അനദർ നെവർ സീൻ ബിഫോർ മമ്മൂട്ടി എന്നുള്ള രീതിയിലാണ് ആ ഒരു ക്യാപ്ഷനും കൊടുത്തിരിക്കുന്നത്. അപ്പം മമ്മൂക്കയുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്നതിന് ഉപരിയായിട്ട് ഒരു പക്ക വില്ലനിസം നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഒരു പക്ക വില്ലനായിട്ട് മമ്മൂക്കയെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. ഇപ്പം മമ്മൂക്ക വില്ലനായിട്ടും നമുക്ക് വിനായകനെ നായകനായിട്ടും ആണെങ്കിൽ കൂടി അത്തരത്തിലൊരു സിനിമ വന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അങ്ങനെയാണോ ഈ ഒരു സിനിമ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വെയിറ്റ് ഫോർ അനദർ നെവർ സീൻ ബിഫോർ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ കുറച്ച് വില്ലനിസം ഒക്കെ ഉള്ള ഒരു പോസ്റ്റർ പുറത്ത് വിടുമ്പോഴത്തേക്കും ഒരു കിടുക്കാച്ചി വില്ലനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്തായാലും ബാക്കി ടീസറും ട്രെയിലറും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. അപ്പോൾ ഈ ഒരു പടത്തിനായിട്ട് ഞാൻ നല്ല രീതിയിൽ എന്താണ് ഐറ്റം, ഒന്നുമില്ലെങ്കിലും എന്താണ് ഐറ്റം എന്ന് അറിയാനായിട്ട് ഞാൻ നല്ല രീതിയിൽ കാത്തിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, മമ്മൂക്കയുടെ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഓരോ പടം വരുമ്പോഴത്തേക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേണർ ആയതുകൊണ്ട് തന്നെ, ഇനിയിപ്പം ഡൊമിനിക്ക് എല്ലാവരും പറയുന്ന കണക്ക് തിയേറ്റർ ഹിറ്റ് ആയില്ല എന്ന് പറയുമ്പോഴും അതിനകത്തൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ നേരത്തെ പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേണറും ഒക്കെ ഉള്ള ഒരു പടമായിരുന്നു. അത് തന്നെയാണ് എന്നെ മമ്മൂക്കയുടെ അടുത്ത പടം കാത്തിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും. മമ്മൂക്ക എന്താണ് അടുത്തതായിട്ട് നമുക്ക് കാത്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ബസൂക്കയിലാണെങ്കിൽ കൂടി ആ ഒരു ഗെയിം ത്രില്ലർ എന്താണ്, അത് മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, മമ്മൂക്കയുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു പടത്തിനായിട്ടും കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് മമ്മൂക്കയുടെ ഈ ഒരു ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ. ഓക്കെ, വല്ലാത്തൊരു പേര്, അതിനെക്കാട്ടി വല്ലാത്തൊരു ടൈറ്റിൽ ഫോണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. പേഴ്സണലി ആ ഒരു ടൈറ്റിൽ ഫോണ്ട് എനിക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള രീതിയിലൊരു ഫോണ്ട് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. എനിവേ, ഇൻട്രസ്റ്റിംഗ് പടം കാണാനായിട്ടുള്ള ആകാംക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കുറച്ചൊക്കെ ഹൈപ്പിൽ വരണമെന്നുള്ളതാണ് ആഗ്രഹം. ഡൊമിനിക്കിന് അത്ര ഇപ്പം എന്താ പറയുക, ഗൗതം വാസുദേവ് മേനോൻ എന്ന ഡയറക്ടർ വന്നിട്ട് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു പടമായിട്ടും വലിയ ഹൈപ്പൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ഈ ഒരു പടം കുറച്ച് നല്ല ഹൈപ്പിലൊക്കെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം മമ്മൂട്ടി കമ്പനി അത് ഡിസർവ് ചെയ്യുന്നുണ്ട്, മമ്മൂക്ക പടങ്ങളും അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. കളങ്കാവൽ എന്താണ് അറിയത്തില്ല, എന്തായാലും പടം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് വരുന്ന അപ്ഡേറ്റ്സിലൂടെ നമുക്ക് മനസ്സിലാകും. ഇത് പൊളിയാണ്, മമ്മൂക്കയുടെ ആ സ്റ്റൈൽ എനിക്ക് പൊളിച്ച്. ശരിക്കും ഈ ഒരു
സംഭവം ഈ ഒരു പിക്ക് ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ബ്ലാക്കിലെ ഷൺമുഖനാണ്. അതേപോലെ തന്നെ ഒരു പോലീസ് ക്യാരക്ടർ ആണെന്നൊക്കെ എവിടെയൊക്കെയോ കേട്ടായിരുന്നു. അത് ഉള്ളതാണോ അങ്ങനെ തന്നെ ആണോ എന്നറിയത്തില്ല. എന്തായാലും അങ്ങനെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഒരു പക്ക വില്ലനായിട്ടുള്ള ഒരു പോലീസ് റോൾ എങ്ങനെ ഉണ്ടാകുമെന്ന്. കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഒരു പോസ്റ്റർ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ മമ്മൂക്കയുടെ ലുക്കും ഇഷ്ടപ്പെട്ടു. കിടിലൻ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഈ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് കാണാനായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു ആകാംക്ഷ, ഒരു കൗതുകമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പടത്തിനായിട്ടും ബസൂക്കയ്ക്കായിട്ടും ഒക്കെ ഞാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.